അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഅലീമുൽ മുതഅല്ലിം, അല്ലാഹുവിൻ്റെ ഇൽമ്. ഒരു മുതഅല്ലിം പഠിക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കാതിരുന്നാൽ എന്താണ് ഭവിഷ്യത്തുണ്ടാവുക എന്നതൊക്കെയാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്ലുൻ ഫിൽ ജിദ്ദി വൽ മുവാലബത്തി വൽ ഹിമ്മ എന്ന ഫസ്ലിലെ ഭാഗങ്ങളിൽ ചിലത് നമ്മൾ ചർച്ച ചെയ്തു. ഇനി പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സർനൂജി ഇമാം റളിയല്ലാഹു അൻഹു കുറിക്കുകയാണ്, വലാ ബുദ്ദ ലി ത്വാലിബിൽ ഇൽമി, അറിവന്വേഷകന്, വിദ്യാർത്ഥിക്ക് അത്യാവശ്യമാണ് മിനൽ ഹിമ്മത്തിൽ ആലിയ, ഉന്നതമായ വളരെ വലിയ ഹിമ്മത്ത്, മനക്കരുത്ത്, മനോധൈര്യം, ഫിൽ ഇൽമി, ഇൽമിൻ്റെ വിഷയത്തിൽ. മനോധൈര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഇന്നൽ മർഅ, തീർച്ചയായും മനുഷ്യനെന്ന് പറയുന്നത് യത്വീറു ബി ഹിമ്മത്തിഹി, അവൻ്റെ മനക്കരുത്ത് കൊണ്ടാണ് പറക്കാൻ കഴിയുന്നവനാകുന്നത്. എത്ര ഉയരങ്ങളും എത്തിപ്പിടിക്കാൻ മനുഷ്യന് സാധിക്കുന്നത് അവൻ്റെ മനക്കരുത്ത് കൊണ്ടാണ്. ഏതുപോലെ കത്വൈർ, പക്ഷികളെപ്പോലെ, യത്വീറു ബി ജനാഹൈഹി, പക്ഷികൾ പറക്കുന്നത് അവയുടെ ചിറകുകൾ കൊണ്ടാണ്. പക്ഷികൾ ഉയരങ്ങൾ കീഴടക്കുന്നത് അതിൻ്റെ ചിറകുകൾ കൊണ്ടാണെങ്കിൽ മനുഷ്യൻ ഉയരങ്ങൾ കീഴടക്കുന്നത് അവൻ്റെ ഹിമ്മത്ത് കൊണ്ടാണ്, അവൻ്റെ മനക്കരുത്ത് കൊണ്ടാണ്, അതായത് സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാണ്, ആത്മധൈര്യം, എനിക്ക് കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസം. ആപ്തവാക്യങ്ങളിൽ കാണാമല്ലോ, ഹിമ്മത്തുർ റിജാൽ, മനുഷ്യൻ്റെ മനോധൈര്യമെന്ന് പറയുന്നത് തഹ്ദിമുൽ ജിബാൽ, പർവ്വതങ്ങളെ ധൂളികളാക്കും, പർവ്വതങ്ങളെ പൊടിച്ചു കളയും. അപ്പോൾ മനക്കരുത്തുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കും, അതില്ലെങ്കിൽ അവന് ഒന്നും സാധിക്കുകയില്ല. യാ ത്വാലിബൽ ഇൽം, അറിവന്വേഷക, വിദ്യാർത്ഥി, അൻത ഫാരിസുൻ, നീ ഫാരിസാണ്, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന കുതിരസവാരിക്കാരനാണ്. വഗൈറുക റാജിലുൻ, മറ്റുള്ള ആളുകളൊക്കെ, അതായത് വിദ്യാർത്ഥികളല്ലാത്തവരൊക്കെ കാൽനടയാത്രക്കാരാണ്. വ ഇൽമുക ഹാരിസുൻ, നിൻ്റെ അറിവാണ് നിൻ്റെ സെക്യൂരിറ്റി, നിൻ്റെ കാവൽക്കാരൻ. നിനക്ക് ഭവിഷ്യത്തുകൾ വരാതിരിക്കാൻ, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ, നീ എവിടെയും കുടുങ്ങാതിരിക്കാൻ, ബുദ്ധിമുട്ടാതിരിക്കാൻ നിൻ്റെ കൂടെ നിൻ്റെ സംരക്ഷകനായി, നിൻ്റെ സെക്യൂരിറ്റിയായി ഉള്ളത് നിൻ്റെ അറിവാണ്. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിലെ ഖിയാമത്ത് നാളിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. മഹ്ശറിൽ അവരെല്ലാവരും ഒരുമിക്കുന്ന സമയത്ത് അവർ ഉണ്ടായിരിക്കുന്നത് ഉര്യാനൻ, നഗ്നരായിട്ടാണ്. മനുഷ്യരൊക്കെ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവർ വസ്ത്രം ധരിക്കാത്ത, വിവസ്ത്രരായ, നഗ്നരായ ആളുകളായിട്ടായിരിക്കും. വ അൻത, എന്നാൽ വിദ്യാർത്ഥിയാകുന്ന നീ ബിനൂരിൽ ഇൽമി ലാബിസ്, അള്ളാഹുവിൻ്റെ ഇൽമെന്ന് പറയുന്ന പ്രകാശം, വൽ ഇൽമു നൂറുല്ലാഹ്, അള്ളാഹുവിൻ്റെ നൂറാണ്, പ്രകാശമാണ് ഇൽമെന്ന് പറയുന്നത്. ആ അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന ഇൽമു കൊണ്ട്, അതിൻ്റെ പ്രഭ കൊണ്ട് നിന്നെ വസ്ത്രം ധരിപ്പിക്കും, നിൻ്റെ ഔറത്ത് മറക്കും. അങ്ങനെയായിരിക്കും നീ ഖിയാമത്ത് നാളിൽ വരിക. വൽ ആലിം, പണ്ഡിതനായ, അറിവ് പഠിച്ച വ്യക്തി, തഹ്തൽ അർശി ജാലിസുൻ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ ഇരിക്കുന്നവനായിരിക്കും. അറിവ് പഠിക്കുന്നവൻ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവനാണ്. അവന് അള്ളാഹുവിൻ്റെ പ്രഭ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് അവൻ്റെ ഔറത്ത് മറക്കും, വസ്ത്രം ധരിച്ചവനായിട്ടായിരിക്കും അവൻ വരിക. എന്നാൽ അറിവ് പഠിച്ച പണ്ഡിതനായ വ്യക്തിയാണെങ്കിൽ അവൻ അർശിൻ്റെ താഴെ ഇരിക്കുന്നവനായിട്ടായിരിക്കും കാണുക. യാ ത്വാലിബൽ ഇൽം, ഓ അറിവന്വേഷക, വിദ്യാർത്ഥി, അൽസിമിൽ വറ, നീ സൂക്ഷ്മത കൈമുതലാക്കണം. നിൻ്റെ കയ്യിൽ എപ്പോഴും
നിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് സൂക്ഷ്മതയുണ്ടായിരിക്കണം. എന്തെങ്കിലും ചെയ്യലല്ല, അള്ളാഹു പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ വളരെയധികം ശ്രദ്ധിച്ച് അത് നല്ല നിലയിൽ ചെയ്യുന്നവനായിരിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കണം. വഹ്ജുരിൻ നൗം, നിൻ്റെ ഉറക്കം ഒഴിവാക്കേണ്ടി വരും, രാത്രികളിൽ ഉറക്കമിളക്കേണ്ടി വരും. വത്രുക്കി ശബിഅ, വയറ് നിറക്കുന്നതിനെയും ഒഴിവാക്കണം. ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നതും നീ നിർത്തണം. യാ ത്വാലിബൽ ഇൽം, ഓ അറിവന്വേഷിക്കുന്നവനെ, ഫജ്ഹദ് ബിൽ ലൈൽ, രാത്രികളിൽ നീ പരിശ്രമിക്കണം. വന്നഹാർ, പകലുകളിലും. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നീ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഫഇന്ന തഹ്സീലൽ ഇൽമി, തീർച്ചയായും ഇൽമ് കരസ്ഥമാവുക എന്നുള്ളത്, ഇൽമ് ലഭിക്കുക എന്നുള്ളത് ബിൽ ജഹ്ദി, പരിശ്രമം കൊണ്ടാണ്. വത്തഖ്റാർ, റിപ്പീറ്റിംഗ് കൊണ്ടാണ്. റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുക. റിപ്പീറ്റിംഗ് ഈസ് ദി മദർ ഓഫ് മെമ്മറി എന്നാണ്. മെമ്മറിയുടെ മദറാണ്. അതായത് നമ്മുടെ ഓർമ്മശക്തിയുടെ ഏറ്റവും കാതലായ വശമാണ് റിപ്പീറ്റിംഗ് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുക, പഠിച്ചത് വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ നിനക്ക് വലിയ അറിവുള്ള പണ്ഡിതനാവാൻ സാധിക്കും. വ ഇന്നലി കുല്ലി ഷൈഇൻ ആഫ, ഏതൊരു വസ്തുവിനും നാശമുണ്ട്. ഒരു വസ്തു ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്മയുണ്ടെങ്കിൽ അതിന് നാശവുമുണ്ട്. വ ആഫത്തുൽ ഇൽമി, ഇൽമിൻ്റെ നാശം തെർക്കുൽ ജഹ്ദി വത്തഖ്റാർ, ഇൽമിൻ്റെ നാശം വരുന്നത് തെർക്കുൽ ജഹ്ദ്, പരിശ്രമം ഒഴിവാക്കുന്നിടത്താണ്. വത്തഖ്റാർ, റിപ്പീറ്റിംഗ്, ആവർത്തനം ഒഴിവാക്കുന്നിടത്താണ്. ആവർത്തനവും പരിശ്രമവും ആരൊഴിവാക്കിയോ അവൻ്റെ ഇൽമിന് നാശമാണ്. അവൻ്റെ അറിവ് വർദ്ധിക്കുകയില്ല, അവന് കൂടുതൽ ഇൽമ് ലഭിക്കുകയില്ല. വറഅ്സു ഫീ തഹ്സീലിൽ അഷ്യാ, ഒരു വസ്തു നേടിയെടുക്കുന്നതിൻ്റെ ഹെഡ്, അതിൻ്റെ ഏറ്റവും പരമോന്നതമായ അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അൽ ജിദ്ദു, പരിശ്രമമാണ്. വൽ ഹിമ്മത്തുൽ ആലിയ, ഉയർന്ന ഉന്നതമായ മനോധൈര്യമാണ്. സെൽഫ് കോൺഫിഡൻസ്, ആത്മധൈര്യം, അതോടൊപ്പം പരിശ്രമം. എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞൊരു മൂലക്കിരുന്നാൽ എന്നും ആ മൂലക്കിരിക്കാം, മൂലയിൽ നിന്ന് മാറലുണ്ടാവില്ല. എനിക്ക് കഴിയും, അള്ളാഹു എനിക്ക് കഴിവ് തന്നിട്ടുണ്ട് എന്ന ആത്മധൈര്യത്തോടുകൂടെ പരിശ്രമിക്കുകയും കൂടെ ചെയ്താൽ തീർച്ചയായും നമുക്ക് കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും ഉന്നത സ്ഥാനം അള്ളാഹുവിൻ്റെ അടുത്തും പടപ്പുകളുടെ അടുത്തും നേടിയെടുക്കാനും സാധിക്കും. അമ്മ ഇദാ കാനത്ത് ലഹു ഹിമ്മത്തുൻ ആലിയ, ഒരാൾക്ക് വലിയ ഹിമ്മത്തുണ്ട്, ഉന്നതമായ മനോധൈര്യമുണ്ട്. വലം യക്കുൻ ലഹു ജിദ്, ഓന് വലിയ പരിശ്രമമൊന്നുമില്ല, ഭയങ്കര കോൺഫിഡൻസാണ്, എനിക്ക് സാധിക്കും, ഞാനത് ചെയ്യും, എനിക്ക് ഏത് കാര്യങ്ങളും പഠിക്കാൻ കഴിയും എന്നൊക്കെയുള്ള വലിയ മനോധൈര്യമുണ്ട്. പക്ഷേ ഒന്നും പരിശ്രമിക്കൊന്നുമില്ല, ആ മനോധൈര്യം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഔ കാനലഹു ജിദ്ദുൻ, അല്ലെങ്കിൽ ഓൻ നല്ല ട്രൈ ചെയ്യും, എല്ലാ കാര്യങ്ങളിലും നന്നായി ശ്രമിക്കും, പഠിക്കാൻ വേണ്ടി കുറേ വായിക്കുകയൊക്കെ ചെയ്യും. വലം യക്കുല്ലഹു ഹിമ്മത്തുൻ ആലിയ, ഉന്നതമായ മനോധൈര്യം അവനില്ല, എനിക്ക് കഴിയുമെന്ന സെൽഫ് കോൺഫിഡൻസ്, വിശ്വാസം അവനില്ല, ആത്മധൈര്യമില്ല. ഫലാ യഹ്സുല്ലഹുൽ ഇൽമു ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ ഇൽമ മാത്രമേ അവന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, വല്ലാതെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. ബഹുമാനപ്പെട്ട സർനൂജി ഇമാം റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അപ്പോൾ ഇൽമ് നേടിയെടുക്കണമെങ്കിൽ മനോധൈര്യവും വേണം, പരിശ്രമവും വേണം. പരിശ്രമമില്ലാതെ മനോധൈര്യം മാത്രം ഉണ്ടായാലും, മനോധൈര്യമില്ലാതെ പരിശ്രമം മാത്രമുണ്ടായാലും ഒരിക്കലും ഇൽമിന് അർഹനാവാൻ സാധിക്കുകയില്ല. രണ്ടും ഒരുമിച്ചുണ്ടാവണം. ആ പരിശ്രമം ശക്തിയായി നടക്കുന്ന സമയത്ത്
അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുകയും ആ കോൺഫിഡൻസ് കാരണം അവന് വലിയ ഉന്നതികൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെ നന്നായി പരിശ്രമിക്കുന്ന നല്ല ആലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ സ്വീകരിക്കുന്ന അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.